News 18. പ്രയാഗ്രാജിലെല്ലാം താൽക്കാലികമായി നിർമ്മിക്കുന്നതാണ്. അവിടെ താമസിക്കാനുള്ള ടെന്റുകളൊക്കെ താൽക്കാലികമായി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഭക്ഷണത്തിന് എന്ത് ചെയ്യും? കാരണം ഇത്രയധികം ആളുകൾ വരുന്നു, അതും ഇന്ത്യയുടെയും ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ. അപ്പോൾ ഹോട്ടലുകളൊക്കെ അവിടെ വളരെ കുറവാണ്. ഈ കുംഭമേളയ്ക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് അവിടെ ആശ്രയമാവുന്നത് തെരുവിലെ ഭക്ഷണശാലകളാണ്. അതാകട്ടെ വിവിധ രുചികളുടെ ഒരു സംഗമമാണ്, ഒരു വലിയ ഉത്സവമാണ്. പ്രയാഗ്രാജിലെ നമ്മുടെ പ്രധാന സിറ്റി അലഹബാദ് സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 4-5 കിലോമീറ്റർ നടന്നാണ് നമ്മൾ ഈ ത്രിവേണി സംഗമ സ്ഥലത്തേക്ക് പോകുന്നത്. ഇതിന്റെ തൊട്ടുപുറകിൽ കാണുന്നത് കാഴ്ചകൾ കാണാം. അതായത് ലക്ഷക്കണക്കിന് ആളുകളാണ് അങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നത്. അവിടെയൊക്കെ ഈ ഹോട്ടലുകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞു, ഇവർക്കൊക്കെ ഭക്ഷണത്തിന് ആവശ്യം വരുമല്ലോ. സ്വാഭാവികമായി ഹോട്ടൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതായത് ഇത്തരം സ്ട്രീറ്റ് ഫുഡുകൾ. ഇവിടുത്തെ ഒരു പ്രത്യേകത രുചികരമായ ഈ ഭക്ഷണ വിഭവങ്ങൾ, അത് വ്യത്യസ്തമായി തയ്യാറാക്കുന്നവയുണ്ട്, വ്യത്യസ്തമായ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളവയുണ്ട്. इसका नाम सबका क्या है भैया? ये स्प्रोट है, ये बॉयल है, ये बॉयल है, वो स्प्रोट है. कैसा बनाता है? ये प्लेट बना कर दिखा दो. बना के प्लेट ले लो. कैसा बना हमको दिखा. प्याज, ये गोभी पत्ता है, ये गाजर है, ये मूली है, ये हरी मिर्च आएगी. वो क्या? ये लाल मिर्च है. हाँ मिर्च है. ये नमक मसाला. अच्छा. ये गरम मसाला है. मसाला है. नींबू उसमें डालेगा. जी. नींबू. ये बड़ा नींबू. अच्छा वो उसमें डालता है. स्प्रोट चाहिए, बॉयल चाहिए. हाँ वो बॉयल किया वाला है. बॉयल है. और ये हाँ. अच्छा ऐसा बनाता है. इसको क्या कहता है इसको? इधर पूरा इधर ही देख दो. ये चने की चाट. हाँ चने की चाट. अच्छा. കുറച്ച് ഉപ്പ് കൂടിയെന്നേ ഉള്ളൂ. എനിക്ക് ഉപ്പ് അത്ര പിടുത്തമില്ലാത്തതുകൊണ്ടായിരിക്കാം. സംഗതി കൊള്ളാം, അടിപൊളി. അപ്പോൾ കടലയുണ്ട്, മല്ലിയിലയുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ സവാളയുണ്ട്, ക്യാബേജ് ഉണ്ട്. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മസാലയൊക്കെ ചേർത്ത് നല്ല സൂപ്പർ സാധനം. രാവിലെ നമുക്ക് ഇത് കഴിക്കാം. പ്രശാന്തേ, വിശപ്പിന് വേറെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. നമ്മൾ മറ്റൊരു പ്രധാന ഈ സ്ട്രീറ്റ് ഫുഡായിട്ട് ഇവിടെ കാണുന്ന നമ്മുടെ സ്വീറ്റ് കോൺ ആണ്. ചോളം, ധാരാളം ചോളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്, നമുക്കറിയാം, ഉത്തർപ്രദേശ്. അപ്പോൾ അവിടുത്തെ ഈ നിരത്തുകളിലൊക്കെ നല്ല ചൂടായിട്ട് രാവിലെ ഈ തണുപ്പ് സമയത്തൊക്കെ നല്ല ഗരം സ്വീറ്റ് കോൺ കിട്ടുമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനൊരു മിക്സിങ്ങിനും ഒക്കെ ഒരു രീതിയുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള മിക്സിംഗ് ആണ്. और नींबू भी है. हाँ नींबू भी है, मसाला ये सब है. नींबू है, मसाला है, जंजीरा है, और ये है चटनी है, सब है. ये देखो वो क्या चटनी? वो चटनी क्या कैसा बनाता है? इमली का. वो अच्छा. स्पाइसी खाओगे ज्यादा तो स्पाइसी मिलेगा, कम स्पाइसी खाओगे कम स्पाइसी. हाँ. कैसा है वो? सेल कैसा है? अच्छा होगा. ഇത് നമ്മള് രുചിയുള്ള സംഗതിയാണെന്ന് വിചാരിക്കുന്നു. കഴിച്ചു നോക്കാം. സ്വീറ്റ് കോൺ ആണ്. സ്വീറ്റ് കോണിന്റെ ഒരു രുചി അത് കുഴപ്പമില്ല, പക്ഷെ കുറച്ച് മസാല കൂടുതലാണ്. നമ്മളിവിടെ ഈ മോളുകളിലൊക്കെ പ്രശാന്തെ സ്വീറ്റ് കോൺ കിട്ടും, പക്ഷെ കുറച്ചുകൂടി വ്യത്യസ്തതയുണ്ട്, കുറച്ചുകൂടി ഒരു രുചിയുണ്ട്. മസാല കൂടുതലാണെന്നുള്ള ഇവരുടെ പ്രത്യേകത. ഉപ്പ്, നാരങ്ങ ചേർത്തിട്ടുണ്ട്. നമുക്ക് രാവിലത്തെ വിശപ്പ് അകറ്റാനേ നമ്മൾ തൽക്കാലം മതി. कैसा बनाता है? मसाले डाल के बनता है. आलू में. हाँ आलू में मसाला और क्या? नमक बढ़ता हो क्या बढ़ता है. और ये क्या, ये वाला क्या? ये धनिया पड़ी. हाँ आके देख लीजिए. खाएगा. कैसा है? हाँ टेस्ट ठीक है इसका भी, गुड है. कुंभ मेला में जा रहे हैं? जी कुंभ मेला के लिए आया है? हाँ जी, कुंभ मेले के लिए आए हुए और कल रात से आए हुए थे. अच्छा है, कुंभ मेला भी स्टार्टिंग है मॉर्निंग से. अभी അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഭവം, നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം കൂടെ, ആലു പുഴുങ്ങിയിട്ട് മസാലയൊക്കെ ചേർത്ത് മല്ലിയിലയൊക്കെ ഇട്ട് നാരങ്ങയൊക്കെ ഇട്ട് കഴിക്കാം.
मैंने आज ही लगाया हूँ। मेरी माताजी अस्पताल में भर्ती थी, रात में आए 1 बजे उबाल के अभी बनाया। എന്തായാലും നല്ല രുചിയുള്ള വിഭവമാണ്. നമ്മുടെ നൂഡിൽസ് പോലെയുള്ള ഒരു വിഭവമാണ് ഇത്. നൂഡിൽസ് തന്നെയാണ്, അതിന് പ്രത്യേക പ്രിപ്പറേഷൻ ആണെന്ന് തോന്നുന്നു. അവരോട് ചോദിക്കാം. कैसा बनाते हैं भैया? ये 30 रुपए का प्लेट है चाउमीन, बढ़िया स्पाइसी। स्पाइसी है. हाँ, उसमें क्या क्या डालता? इसमें डालता बंदा डालता है, चाउमीन पड़ता है और चटनी वगैरह डालता है, बढ़िया बना के बेहतरीन। और ये वाला ये आलू चाट इसको बोलते हैं। इसमें बटर पड़ता है, सलाद पड़ता है, खस्ता पापड़ी पड़ता है, चटनी पड़ता है, मसाला पड़ता है, बढ़िया बेहतरीन। इसका प्लेट का कितना दाम? इसका 30 रुपए प्लेट, सिंगल है, डबल 50 का बिकता है। लो मैडम। ഇങ്ങനെ നിങ്ങൾ നോക്കി ഇങ്ങോട്ട് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കുറേ നൂഡിൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞ നൂഡിൽസ് ഇതിങ്ങനെ മസാലയൊക്കെ ചേർത്ത് വെക്കുകയാണ്. ഇതിൽ കുറച്ച് എന്താണ് ക്യാബേജും സാധനങ്ങളൊക്കെ ഇടും. കുറച്ച് സവാളയുടെ അംശങ്ങളൊക്കെ കാണാം. ഇവിടെ ആലു കൊണ്ടുള്ള മറ്റു ചില വിഭവങ്ങൾ. അങ്ങനെ ഭയങ്കര രസകരമായി നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ വിഭവങ്ങൾ പരീക്ഷിക്കാനുള്ള സ്ഥലം കൂടിയുണ്ട്. പക്ഷേ കുറച്ച് ശ്രദ്ധിക്കുകയും വേണം, കാരണം വയറിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാകും എന്നുള്ളതൊന്നും കാത്തിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ വിഭവങ്ങളും പരീക്ഷിക്കുന്നില്ല. നമ്മളിപ്പോൾ വയറിനെ വെല്ലുവിളിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് ദിവസം ഇവിടെ നിന്ന് ജോലി ചെയ്യേണ്ടതൊക്കെയാണ്. അതുകൊണ്ട് ഏതായാലും ഒരുപാട് ഇത്തരം വിഭവങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. രസകരമായ വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടപ്പോൾ അതൊന്ന് പകർത്തി എന്നതേ ഉള്ളൂ. പ്രശാന്ത് മംഗലശ്ശേരി ഉണ്ട് എനിക്കൊപ്പം, രഞ്ജിത്ത് രാമേന്ദ്രൻ, പ്രയാഗ്രാജ്. അത് അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു. രഞ്ജിത്ത് നമ്മളെ കാണിക്കാനാണെന്ന വ്യാജേന അവിടെ കിട്ടുന്നത് മുഴുവൻ കഴിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പറയാൻ തുടങ്ങുകയായിരുന്നു. എന്തായാലും രഞ്ജിത്തിന് തന്നെ ആ ഒരു ധാരണയുള്ളത് നല്ലതാണ്. അത്രയേറെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. പക്ഷേ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത് അവിടെയൊക്കെ ഏറ്റവും നന്നായി വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത് സത്യത്തിൽ സ്ട്രീറ്റ് ഫുഡാണ്. കാരണം തീരുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമുക്ക് ഇനി പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് മടങ്ങി എത്തേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം.